നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ഈ ശ്ലോകത്തിൽ ധർമ്മദേവനിൽ നിന്ന് ഈ വിദ്യ ആർക്ക് ലഭിച്ചു എന്ന് സൂതൻ വിവരിക്കുന്നു. പുരാണങ്ങളുടെ കൈമാറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയായ നാരദ മഹർഷിയാണ് ഇവിടെ കടന്നുവരുന്നത്. ധർമ്മേണ ദത്തം നാരദായ സാവർണി സുമതയേ തഥാ നാരദേന ച ദത്തം വൈ വ്യാസായ ച മഹാത്മനേ. ധർമ്മേണ ദത്തം നാരദായ, ധർമ്മദേവൻ ഇത് നാരദ മഹർഷിക്ക് ഉപദേശിച്ചു നൽകി. സാവർണി സുമതയേ തഥ, നല്ല ബുദ്ധിയുള്ളവനും സാവർണി മനുവിനോട് ബന്ധപ്പെട്ടവനുമായ ആ നാരദന്. നാരദേന ച ദത്തം വൈ, നാരദൻ ഇത് കൈമാറി. വ്യാസായ ച മഹാത്മനെ, മഹാത്മാവായ വേദവ്യാസന്. ശ്ലോകത്തിൻ്റെ സാരം: ധർമ്മദേവൻ ഈ പുണ്യപുരാണം നാരദ മഹർഷിക്ക് ഉപദേശിച്ചു. തുടർന്ന് ലോകത്തിന് ജ്ഞാനം പകർന്നു നൽകുന്നതിൽ ബദ്ധശ്രദ്ധനായ നാരദ മഹർഷി ഇത് മഹാത്മാവായ വേദവ്യാസന് പകർന്നു നൽകി. വിശദീകരണം: ഈ ശ്ലോകം അറിവിൻ്റെ പ്രവാഹത്തെ വ്യക്തമാക്കുന്നു. 1. ഭഗവാനിൽ നിന്ന് ബ്രഹ്മാവിലേക്ക്. 2. ബ്രഹ്മാവിൽ നിന്ന് ധർമ്മദേവനിലേക്ക്. 3. ധർമ്മദേവനിൽ നിന്ന് നാരദനിലേക്ക്. 4. നാരദനിൽ നിന്ന് വേദവ്യാസനിലേക്ക്. വേദവ്യാസനെ ജ്ഞാനത്തെ ചിട്ടപ്പെടുത്തി ഗ്രന്ഥരൂപത്തിലാക്കി. നാരദ മഹർഷിയെ പോലെ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു ഭക്തശ്രേഷ്ഠനിലൂടെയാണ് ഈ ജ്ഞാനം വ്യാസനിലേക്ക് എത്തിയത് എന്നത് ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ വ്യാസൻ ഇത് തൻ്റെ ശിഷ്യനായ സൂതന്, ഈ കഥ പറയുന്ന ആൾക്ക് എങ്ങനെ നൽകിയെന്ന് വിവരിക്കുന്നുണ്ട്. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.